ഭക്തിമൂത്ത് ഭ്രാന്ത് പിടിക്കുന്നവരെയാണ് പ്രൊഫഷണൽ ഭക്തർ, അല്ലെങ്കിൽ കപട ഭക്തർ, അല്ലെങ്കിൽ ഭക്തി ഒരു ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്നവർ എന്നൊക്കെ പറയുന്നത്. ഇവരുടെ ലക്ഷണങ്ങൾ ബൈബിൾ വ്യക്തമായി പറയുകയാണ്. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായി ജീവിക്കുകയാണ് ഈ കൂട്ടർ. പുറമേ കാണുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും ഇവർ വലിയ ഭക്തരാണെന്ന്. എന്നാൽ വാസ്തവത്തിൽ വെറും കപടഭക്തരായി ജീവിക്കുന്നവരാണ് എന്നിവരുടെ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് മനസ്സിലാകും. ഇവർ സമ്പന്നതയുടെ അത്യുച്ച നിലയിൽ ജീവിക്കുന്നു, എങ്കിലും ദൈവ മുൻപാകെ വെറും ദരിദ്രരാണ്, തെണ്ടികളാണ്. ഇവർ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, എങ്കിലും ദൈവ മുൻപാകെ നഗ്നരും ആ വസ്തുത മനസ്സിലാക്കാത്തവരുമാണ്. അവർ വലിയ കാഴ്ചശക്തി ഉള്ളവരും ത്രികാല ജ്ഞാനികളുമാണെന്ന് ഷോ കാണിക്കുന്നു, എങ്കിലും അവർ കാഴ്ചശക്തിയില്ലാത്ത വെറും കുരുടന്മാരാണ്. കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്നാണ് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങൾ കരയും കടലും കടന്ന് അനേകരെ ദൈവത്തെങ്കിലേക്ക് നയിച്ച ശേഷം നിങ്ങളെക്കാൾ വലിയ നരകയോഗ്യരും പ്രൊഫഷണൽ കിലാടികളുമാക്കാതെ ദൈവവചനം പറയുന്നത് അനുസരിക്കുക. യഥാർത്ഥ ഭക്തരാകുക. സത്യമാർഗത്തിലേക്ക് ആളുകളെ നയിക്കുക. ദൈവരാജ്യത്തിലെ യഥാർത്ഥ പങ്കാളികളാകുക. കർത്താവായ യേശുവിന്റെ വരവിനായി സ്വയം ഒരുങ്ങുക മാത്രമല്ല, അനേകരെ ഒരുക്കുകയും ചെയ്യുക. യേശുവിനോട് അനുരൂപപ്പെടുക. നീതിയും സ്നേഹവും ഉള്ളവരായി ദൈവത്തിന് പ്രസാദമുള്ള ദൈവസേവ ചെയ്യുക. പ്രാർത്ഥിക്കുന്നു.